ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ചു. അതിന്റെ ആദ്യ വീതമായി ഇനി അതിൽ നിന്ന് പിന്മാറാൻ നോക്കി. അതുകൊണ്ട് ഉപാധികളോടെ നടപ്പാക്കാനാണ് തീരുമാനിച്ചത്. ഈ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ നിയമിച്ചിട്ടുള്ളത് ഞങ്ങളുടെ തീരുമാനത്തിനെ കേന്ദ്രത്തിനെ അറിയിക്കുക. കരിക്കുലം നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരെ. PM ശ്രീ പദ്ധതി ഉപാധികളോടെ നടപ്പിലാക്കുമെന്നാണ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്. UDF അധികാരത്തിൽ വന്നാൽ ഇത് അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവായിരിക്കുന്ന KM ഷാജിയെ പത്രക്കാർ കാണണ്ടായി. അപ്പൊ പത്രക്കാരോട് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ കൂടെ ഇതോടൊപ്പം നമുക്കൊന്ന് ചേർത്ത് കാണാം. ആ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെടുത്ത സമീപനങ്ങളിൽ ഞങ്ങൾക്ക് അന്നൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഗവൺമെൻറ് ഒരു പ്രൊസീജിയറാണ്. ഒരു മുഖ്യമന്ത്രി, അത് VD സതീശനായാലും അത് പിണറായി വിജയനായാലും ഒപ്പിടുന്നത് അവരുടെ വ്യക്തിപരമായ ഒപ്പല്ല, സർക്കാരിൻ്റെ ഒപ്പാണ്. സർക്കാർ ഒരു തുടർച്ചയാണ്. ആ തുടർച്ചയിൽ ഒരു കാര്യം വരുന്ന ദിവസം തന്നെ അവസാനിപ്പിക്കാനും കരാറുകൾ റദ്ദ് ചെയ്യാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സമിതിയെ വെച്ചിരിക്കുന്നു. ആ സമിതിയുടെ നിരീക്ഷണം വരട്ടെ, വന്നതിന് ശേഷം അതിൻ്റെ ഫൈനലൈസ് ചെയ്തിട്ട് ആ കാര്യം പറയാൻ കഴിയും. ഇപ്പം നിർത്തിവെക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നത് നിങ്ങൾ പറയുന്ന ഒരു ഭാഷയാണ്. കാരണം അത് സാങ്കേതികമായ പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, അദ്ദേഹത്തിൻ്റെ സാങ്കേതികമായ അഭിപ്രായം. പ്രചരണ സമയത്ത് താങ്കൾ തന്നെ പറഞ്ഞിരുന്നു UDF അധികാരത്തിൽ അറബിക്കടൽ വലിച്ചെറിയുമെന്ന ഒരു പ്രചരണ രംഗത്ത് വലിയ ആക്ഷേപം CPM-നെതിരെ ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് ഒപ്പിട്ടിരുന്നെങ്കിലും ആ ഗവൺമെന്റ് അതിൽ നിന്ന് പിന്നോട്ട് പോയി ആ പ്രൊസീജിയേഴ്സിലോട്ട് കടന്നിട്ടില്ല എന്നതാണ്. ആ ഫണ്ട് SSKയുടെ ഭാഗമായി ന്യായമായും സംസ്ഥാനത്തിന് കിട്ടേണ്ടതാണ്. ഇപ്പോൾ അതാണ് UDF ഏറ്റുപിടിക്കുന്നത്. അത് കൈരളിയുടെ പ്രത്യേകമായ ഒരു നിരീക്ഷണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കൈരളിയുടെ റിപ്പോർട്ടറാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ് കൈരളിയുടെ ഒരു പ്രത്യേക നിരീക്ഷണമാണ് എന്നാ പറയുന്നത്. ബാക്കി കൂടെ നമുക്കൊന്ന് കേട്ടോ. ഞാൻ പറയട്ടെ, എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി ഗവൺമെന്റിനെ തടഞ്ഞു വെച്ച പണം 90 ചില്ലാനം കോടി രൂപ തടഞ്ഞു വെച്ചു. ആ തടഞ്ഞു വെച്ച പണം ഇതിൽ ഒപ്പിട്ടാൽ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുകയും ഒപ്പിട്ട ശേഷം സെൻട്രൽ ഗവൺമെന്റിന്റെ വിഹിതമായിട്ടുള്ള ആ പണം ഇവിടെ വരികയും ചെയ്തു. അതതിന്റെ വസ്തുതാപരമായ കാര്യം ഞങ്ങളത് പരിശോധിക്കുകയും ചെയ്തു. ഏത് ഫണ്ടായാലും ആ ഫണ്ട് ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. PM ശ്രീയിൽ ഒപ്പിട്ടാലേ കൊടുക്കുള്ളൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞു. ഒപ്പിട്ടതിന് ശേഷം ആ പണം കൊടുത്തു. ഓക്കെ, വേറെ ആർക്കും സംസാരിക്കും. അതിന് വ്യക്തമായിട്ട് മറുപടി അവിടെ KM ഷാജി കൊടുക്കുന്നില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടോന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. 2023 മുതൽ 2027 വരെ നടപ്പിലാക്കേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കേണ്ട ഒരു പദ്ധതി. ഇതിൽ കേരളം ഒപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്ര കോടി രൂപ, 97 കോടിയോളം രൂപ കേരളത്തിന് കിട്ടേണ്ട പണം തടഞ്ഞു വെച്ചപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഒപ്പിട്ടത് എന്നാണ്. ഇത് ഒരിക്കലും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല ഒപ്പിട്ടത് എന്നും CPM-ന്റെ ചില നേതാക്കന്മാർ പറയുന്നത് നമ്മളോട് കേൾക്കണം. അപ്പോൾ എന്തായാലും ഈ പദ്ധതി ഇതുവരെ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ പുതിയ സർക്കാർ വരുന്നു, ഇത് നടപ്പിലാക്കാനുള്ള ഒരു ആലോചനയുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ പൊതുവെ പത്രക്കാർ ആരെങ്കിലും കിട്ടിയാൽ മൈക്ക് കാണിക്കുമല്ലോ. അതുപോലെ ഉമർ ഫൈസി മുക്കത്തിനോട് ഇവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്താ വാക്ക് മാറാൻ കാരണം? PM ശ്രീ എന്ന് പറഞ്ഞാൽ BJP-യുടെ ആദർശം വളർത്താൻ സ്കൂളുകളും വിദ്യാലയങ്ങളൊക്കെ വളർത്താനുള്ള ഒരു പരിപാടിയാണ്. പരിപാടി എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കഴിഞ്ഞ അടുത്ത സർക്കാർ ഒരു കാലത്ത് അതിൽ ഒപ്പുവെച്ചെങ്കിലും പണ്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചതാണ്. പിന്നെ അവർക്ക് ബോധം വന്ന് എതിർപ്പൊക്കെ വന്നപ്പോൾ അവരതിൽ നിന്നുണ്ടാക്കി അത് മരവിപ്പിച്ചു. ഏതായാലും നമ്മുടെ നാട്ടിന് ആപത്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ ഉറച്ച് നിൽക്കണം ഏത് സർക്കാരായാലും ശരി. UDF അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ അവരോട് ചോദിക്കണം എന്തുകൊണ്ട് എറിഞ്ഞിലാണ്. UDF പിൻവാങ്ങുന്ന പ്രതീക്ഷിക്കുന്നു. എനിക്ക് അങ്ങനെ അവരെ പറ്റിയൊരു പ്രതീക്ഷയില്ല. ആരെ പറ്റിയൊരു പ്രതീക്ഷയില്ല. നല്ല ചെയ്യുന്നുള്ള കാര്യം ആരെ പറ്റും പ്രതീക്ഷയില്ല. ഒക്കെ ഒരു ജാതിയാണ്. അതാണ് ഉമർ ഫൈസി അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇനി KM ഷാജിയോട് ഈ പത്രക്കാർ ചോദിക്കുന്നുണ്ട്, ഈ കടലിൽ എറിയുമെന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് KM ഷാജി പറഞ്ഞതെന്നുള്ളത് കൂടെ നമുക്കൊന്ന് കേട്ടോക്കാം. അല്ല, അത് അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചില വാചകങ്ങൾ എടുത്തിട്ട് ഈ അറബിക്കടൽ എന്നൊക്കെ ചോദിക്കണമായിട്ട് വർത്താനത് രാഷ്ട്രീയത്തിൽ പറയുന്നത്. ഒരു പുസ്തകം കൊണ്ട് ഒരു അറബിക്കടലിൽ ഇറങ്ങാൻ അവസാനിക്കില്ലല്ലോ. അതൊക്കെ പ്രസംഗത്തിലെ ചില പ്രയോഗങ്ങളാണ്. സാമാന്യമായ യുക്തിക്ക് മനസ്സിലാവും, രാഷ്ട്രീയം ഉണ്ടായാൽ മനസ്സിലാവില്ല. KM ഷാജിയുടെ ഈ വലിയ പ്രഖ്യാപനം കേട്ടിരുന്ന ആളുകളാണ് നമ്മളൊക്കെ അല്ലേ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയാണ് ഇത് ഒരു പ്രസംഗത്തിലുള്ള ഒരു പ്രയോഗം മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവർ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. എങ്ങനെയൊക്കെ ഉമർ ഫൈസിയെ അവസരം കിട്ടിയാൽ ആക്രമിക്കാനുള്ള പരമാവധി ഉപയോഗിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. FB-യിൽ അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത ഒരാൾ ഇട്ടിട്ടുണ്ട്. മൊയ്തീൻ കുട്ടിയാട്ടൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് ഈ കാണുന്നത്. ഇതിന്റെ തലക്കെട്ടായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ഈ ഉസ്താദ് തലയിൽ കെട്ടുള്ള ഗോവിന്ദ മാഷ് എന്നുള്ളതാണ്. അപ്പൊ ഞാനിതൊന്ന് നോക്കിയപ്പോൾ വെറുതെ ഇതിന്റെ കമന്റ് ബോക്സ് ഒന്ന് ശ്രദ്ധിച്ചിട്ടോ, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ ഭൂരിഭാഗം ആൾക്കാരും ഈ ഉമർ ഫൈസിക്ക് ഇതിൽ ഉറച്ചിട്ടുള്ളതാണ്. നോക്ക്, ഇതാണ് 258ഓളം കമന്റുകൾ ഇതിലുണ്ട്. അതിൽ നോക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോവാണ്. ഇത് മുഴുവനായിട്ട് നമുക്ക് വായിക്കാൻ പറ്റൂല. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് അവിടെ അരിവാൾ സുന്നി ഉണ്ട്. പൊതുവെ അരിവാൾ സുന്നി എന്നാണല്ലോ പറയാറുള്ളത്. എനിക്കെതിരെ ആരെങ്കിലും എന്ന് ശ്രദ്ധിച്ചാല്. പിന്നെ CPM സെക്രട്ടറി ആവേണ്ട ആളാണ്. സുർജിത്ത് പോലീസുള്ള തലക്കെട്ടൊക്കെ പലതുണ്ട്. പിന്നെ ഇങ്ങനെ എഴുതിയിട്ട് പലതും ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ വായിച്ചു നോക്കി.
മതപണ്ഡിതന്മാർ മതം പറയും, ഉമർ ഫൈസി കൊടുക്കും. അനുകൂലമായ ഒരൊറ്റ കമന്റ് ആണ് കണ്ടത്. അങ്ങനെ അനുകൂലമായിട്ടൊരു 10-ൽ താഴെ കമന്റുകൾ മാത്രമേ ഉമർ ഫൈസിക്ക് അനുകൂലമായിട്ട് ഇതിലുള്ളൂ. ബാക്കി എല്ലാം ഉമർ ഫൈസിയെ എത്രമാത്രം മോശമാക്കി ചിത്രീകരിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിഷയത്തെക്കുറിച്ച് ഒരാൾ അഭിപ്രായം പറഞ്ഞതിന് അതിലും ഈ ഐഡികൾ നോക്കണം, ഈ ഐഡികളുടെ പേരുകൾ നോക്കണം. മുസ്ലിം നാമധാരികളായിരിക്കുന്ന ആളുകളാണ് ഈ രൂപത്തിൽ ഒരു പണ്ഡിതനെതിരെ പ്രതികരിക്കുന്നത്. ആ പണ്ഡിതൻ ആരാണ്? അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ആ പണ്ഡിതൻ എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെട്ട പണ്ഡിത സഭ എന്ന് പറയുന്ന സംസ്ഥ, EK വിഭാഗം. ആ EK വിഭാഗം സംസ്ഥയുടെ 40 പ്രധാന പണ്ഡിതന്മാർ, 40 ആ പണ്ഡിതന്മാരിലെ ഒരു പ്രധാനിയാണ് ഈ ഉമർ ഫൈസി. ഈ ഉമർ ഫൈസിയെയാണ് ഈ രീതിയിൽ അധിക്ഷേപിക്കുന്നത്. നോക്കി നിങ്ങൾ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, ഞാനത് വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചു ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ FB-ലൊക്കെ പോയാൽ നിങ്ങൾക്കും വായിച്ചു നോക്കാൻ പറ്റുമൊക്കെ. അപ്പോ ഇതൊക്കെയാണ് ഇതിൽ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള പലതും എഴുതിയിട്ടുണ്ട്. അതൊക്കെ മുസ്ലിം ഐഡിയകളിൽ നിന്ന് വന്നിട്ട് എന്നുള്ളതാണ് നമ്മളെ വേദനപ്പെടുത്തുക. ഇവിടെ ഗോവിന്ദൻ സീതി CPM വേദിയിൽ കയറി നിസ്കരിച്ച പരനാറി ചെറ്റ അങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെയാണ് ഇതിൽ എഴുതുന്നത്. ഇതൊക്കെ ശരിക്കും വേറെ ഒരു അനാവശ്യ വാക്ക്. ഇതൊരു പണ്ഡിതനെയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആളുകൾക്ക് ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ ഉമർ ഫൈസി ഒരു പക്ഷേ ഇനിയിപ്പോ സഖാവന്നെ ഒന്ന് കൂട്ടിക്കോളി, അയാളെ അഭിപ്രായം തന്നെ പറഞ്ഞു കൂട്ടിക്കോളി. ഇതൊക്കെ പ്രതികരിക്കുന്നതിന് ഒരു മാന്യതയില്ലേ? ഞാൻ ചോദിക്കാൻ നിങ്ങളോട്, ഇതിന് പ്രതികരിക്കുന്നതിന് ഒരു മാന്യതയില്ലടോ. ഇതൊക്കെ എന്ത് സംസ്കാരമാണ്? നിങ്ങൾ തന്നെ പറയും ഇതെന്ത് സംസ്കാരം എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഉമർ ഫൈസി മുക്ക് എന്ന് പറയുന്ന വ്യക്തി മുസ്ലിം ലീഗിന് കാലങ്ങളായിട്ട് വോട്ട് ചെയ്തു പോരുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ മാറ്റി കുത്തിക്കണമെന്ന് നമുക്കറിയില്ല. ഇല്ല എന്നാണ് ഞാൻ എന്റെ രീതിയിൽ മനസ്സിലാക്കുന്നത്. അയാൾ തന്നെ അടുത്ത് വരെ സംസ്ഥയുടെ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരിക്കലും ഒരു സഖാവാകാനായിരിക്കും കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹമൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ആ സഖാവയുടെ മുദ്ര കുത്തിനെ അടിച്ചു ചേർത്തിട്ട് അതൊന്ന് പെരടി ഒഴിവാക്കാൻ വേണ്ടി മുദ്ര പല പരിപാടി നോക്കി. പക്ഷേ ഇവര് അങ്ങോട്ട് ചാർത്തി കൊടുക്കുക. ഇതുകൊണ്ട് ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും? ഈ പാർട്ടി പ്രവർത്തകരാണ് ഇത്തരം രീതിയിൽ അയാളെ മോശമാക്കി ചിന്തിക്കുക. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും ഇത്തരത്തിൽ എങ്ങനെയൊക്കെ എഴുതി വിടുന്നതുകൊണ്ട്? ഞാൻ പലപ്പോഴും മുസ്ലിം ലീഗിനെതിരെ പറയാറുണ്ട്. എന്താ കാരണം? അത് മാത്രം ഒന്ന് ചിന്തിക്കുക. ഒരു കാലത്ത് പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകളെ വളരെ മോശമാക്കി ചിത്രീകരിച്ച് നമ്മൾ അത് കേട്ടും കണ്ടും വളർന്ന ഒരാളാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗിനെതിരെ ഞാൻ പ്രതികരിക്കുന്നത്. മുമ്പും പ്രതികരിച്ചതാണ്. ഇപ്പൊ നമ്മൾ പ്രതികരണം നിർത്തി അത്ര വിഷയങ്ങൾ. കാരണം തന്നെ അവരൊരു നല്ല രീതിയിലായി ഇപ്പൊ അവർ പോക്കിയെന്ന് നമുക്ക് തോന്നിയത് കൊണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഉമർ ഫൈസി മുക്കത്തെ ഒരു ചെറിയൊരു അഭിപ്രായം പറഞ്ഞതില്ലേ, അദ്ദേഹം പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടെയാണത്. അത് ഉൾക്കൊള്ളുകേണ്ട ആളുകൾ അത് മാന്യമായിട്ട് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ നോക്കുക എന്ന് അല്ലേ അവർ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് അദ്ദേഹം ആരാണ്? സംസ്ഥയുടെ. ഇനി ഇവിടെ വരാൻ പോകുന്ന ഒരു കാര്യം, ഈ ഉമർ ഫൈസിയെ ഇഷ്ടപ്പെടുന്ന ഈ സമസ്തയിൽ തന്നെ ഒരുപാട് പേരുണ്ടാവും. EK സമസ്തയിൽ അവർ കാലങ്ങളായിട്ട് മുസ്ലിം ലീഗിനെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അല്ലെ. അവർ പോലും മനസ്സിൽ നിങ്ങളെ പാർട്ടിക്ക് എതിരാക്കല്ലേ നിങ്ങൾ ഇതുകൊണ്ട് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എന്ത് ഗുണമുള്ളത് ഇതുകൊണ്ട്? ആരോടൊക്കെ പറയണല്ലേ? എത്ര സമയമായി ഇത് കടന്ന് ഓടുന്ന കണ്ടില്ല നിങ്ങൾ? ഇതിങ്ങനെ വരല്ലേ, വലിയ രീതിയിലുള്ള ഭരണിപ്പാട്ടാണ് ഇതിൽ നടത്തിയിട്ടുള്ളത്. ഇതൊന്നും വായിക്കാൻ പോലും പറ്റൂല, വായിച്ചു നോക്കിയാലായ ആദ്യ. അപ്പോ ഒരു ചില്ലറ ഒരു 10-ൽ താഴെ കമന്റുകൾ മാത്രം ഉമർ ഫൈസിക്ക് അനുകൂലമാവുകയും 100 കണക്കിന് കമന്റുകൾ ഉമർ ഫൈസിക്ക് എതിരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് നമ്മളിവിടെ കാണുമ്പോൾ ഒന്ന് പറഞ്ഞു പോയതാണിത്. ഇനി എനിക്കെതിരെ ഉണ്ടാവും, എനിക്ക് യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾ എന്തോ എഴുതിക്കോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല ആ വിഷയത്തിലൊന്നും. കാരണം ഉമർ ഫൈസി മുക്കത്തെ ഈ രീതിയിൽ എഴുതുമ്പോഴെങ്കിൽ അതിന് മോശമാക്കിയിട്ട് ഇന്നെ എഴുതാൻ കഴിയല്ലോ. ഞാനിപ്പോ ഈ വിഷയത്തെ കുറിച്ചൊന്നുമല്ല പറഞ്ഞത്. ഇങ്ങനെ ഒരു തീരുമാനം ഒരു സർക്കാർ കൊണ്ടുവന്നു, ആ സർക്കാരിനെതിരെ രംഗത്ത് വരും അടുത്ത സർക്കാർ അധികാരത്തിൽ എത്തിയാൽ എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ഒരു വിഭാഗം, അതേ പാർട്ടിയിലുള്ള ആളുകൾ, അതേ മന്ത്രിമാര് ഒക്കെ അതിനുവേണ്ടി ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ കാത്തു നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവാം. BJPയുടെ നേതാവായിരിക്കുന്ന സുരേന്ദ്രൻ ആ സന്തോഷത്തിലാണ്. അദ്ദേഹം സന്തോഷിക്കാൻ പോകും. അത് മുസ്ലിം ലീഗിന്റെ മന്ത്രിയെ കൊണ്ട് തന്നെ ഒപ്പിടിപ്പിക്കുമല്ലോ, അതിനുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമല്ലോ ഞങ്ങൾ എന്നുള്ള നിരക്ക്. നോക്കി നിങ്ങൾ, കാര്യങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അതാണ് നേരാക്കേണ്ടത്, അവിടെയാണ് തിരുത്തലുകൾ വരേണ്ടത്, അല്ലാതെ ഉമർ ഫൈസി എന്നത്തേക്കല്ല. ഇപ്പൊ അത് നടപ്പിലാക്കട്ടെ, അപ്പൊ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളത്. ഇത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ആവുന്നത് കൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതിലിവിടെ മുരളീധരൻ പറഞ്ഞത് അതിൽ ഉപാധികളോടെ നടപ്പിലാക്കുന്നതാണ്. ഉപാധികളോടെ എത്ര ഉപാധികൾ അതിന് നടത്തേണ്ടി വരും? എന്തായിരിക്കും ഉപാധി? അതൊക്കെ നമ്മളൊന്ന് കണ്ടറിയുക തന്നെ വേണ്ടി വരും. എന്തായാലും നമുക്കൊക്കെ കാത്തിരിക്കാം. അത് മാത്രമേ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം നമുക്ക്. ഓക്കെ.